പറക്കുന്നതിനിടെ ഫുക്കറ്റ് ഡൽഹി വിമാനം 300 അടി താഴ്ന്ന സംഭവത്തിൽ എയർ ഇന്ത്യക്കെതിരെ നടപടി വരാൻ സാധ്യത. ഉത്തരവാദിത്വം ഏറ്റെടുക്കണമെന്ന് വ്യോമയാന സെക്രട്ടറി സമീർ സിൻഹ ആവശ്യപ്പെട്ടു. വിമാന ജീവനക്കാരുടെ ലഹരി പരിശോധനാ ചട്ടം കർശനമാക്കാനും DGCAക്ക് നിർദ്ദേശം കൊടുത്തു. അല്പനേരം ഉറങ്ങിപ്പോയതാണെന്നും ശുചിമുറിയിൽ പോയി തിരിച്ചു വന്നപ്പോൾ വിമാനത്തിൻ്റെ കൺട്രോൾ നഷ്ടപ്പെട്ടു പോയെന്നും ക്യാപ്റ്റൻ മൊഴി നൽകിയിരിക്കുന്നു. ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ നിന്ന് ചേരുന്നു. വളരെ വിചിത്രമായൊരു മൊഴിയാണ് ശ്രീനാഥ് നൽകുന്നത്. പൈലറ്റ് മാത്രമല്ലല്ലോ വിമാനം പറത്തുന്നത്. പറയൂ. തീർച്ചയായും SKN പൈലറ്റിന്റെ പിഴവാണോ സാങ്കേതിക പിഴവാണോ എന്താണ് ഇങ്ങനെ ഒരു അവസ്ഥയ്ക്ക് കാരണമായത് എന്നതിനെ കുറിച്ച് ഇപ്പോഴും വ്യക്തതയില്ല. രണ്ട് സാഹചര്യങ്ങളാണ് മുന്നിലുള്ളത്. അതിലൊന്ന് പ്രധാനപ്പെട്ടത് ഗുരുതരവുമാണ്. പൈലറ്റിന്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ച. അദ്ദേഹം ഈ സംഭവത്തിന് ശേഷം ഡൽഹിയിൽ എത്തിയതിനു ശേഷം നടത്തിയ വൈദ്യപരിശോധനയിലാണ് അദ്ദേഹത്തിന്റെ രക്തത്തിൽ ഈ ലഹരി മരുന്നിന്റെ സാന്നിധ്യമുണ്ട് എന്ന കാര്യം സ്ഥിരീകരിച്ചത്. അത് പിന്നീട് രണ്ടാമതൊരു പരിശോധന കൂടി നടത്തി ആ കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. താൻ ഉറക്കത്തിന് വേണ്ടി ചില മരുന്നുകൾ കഴിക്കുന്നുണ്ടായിരുന്നു എന്നതാണ് അദ്ദേഹം ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥരോട് പറഞ്ഞിട്ടുള്ളത്. തനിക്ക് ഉറക്കം ലഭിക്കുന്നുണ്ടായിരുന്നില്ല, ഫുക്കറ്റിലും തനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞിരുന്നില്ല, അങ്ങനെ താൻ മരുന്ന് കഴിച്ചിരുന്നു. മാത്രമല്ല വിമാനം പറന്നുകൊണ്ടിരിക്കെ ഏതാണ്ട് അരമണിക്കൂറോളം സമയം താൻ ഉറങ്ങി എന്നും അതിനുശേഷം ശുചിമുറിയിൽ പോയതിനു ശേഷം തിരികെ എത്തി ഈ കോക്പിറ്റിനകത്ത് സഹ പൈലറ്റിന്റെ പുറകിൽ താൻ നിൽക്കുകയായിരുന്നു. ആ സമയത്താണ് പൊടുന്നനെ വിമാനം താഴേക്ക് വന്നത് എന്നതാണ് അദ്ദേഹം ഇപ്പോൾ മൊഴി നൽകിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ഭാഗത്ത് എത്രത്തോളം ഗുരുതരമായ വീഴ്ചയുണ്ട് എന്നതൊക്കെ അന്വേഷിക്കുന്നു. അതേസമയം എയർ ഇന്ത്യക്ക് ഇപ്പോഴുണ്ടായ സംഭവങ്ങൾ വലിയ ക്ഷീണമാവുന്നുണ്ട്. മാത്രമല്ല ഒരു നടപടി വ്യോമയാന മന്ത്രാലയം സ്വീകരിക്കാൻ സാധ്യതയുണ്ട്. അഹമ്മദാബാദിലെ ദുരന്തമടക്കം നമ്മുടെ മുന്നിലുള്ളപ്പോൾ എയർ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് അവരുടെ ജീവനക്കാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പിഴവിന് പോലും അവർ മറുപടി നൽകേണ്ടി വരും. ഒപ്പം വിമാനത്തിന് സാങ്കേതിക തകരാർ ഉണ്ടായിരുന്നു എന്ന കാര്യത്തിലും ഇപ്പോൾ സ്ഥിരീകരണം വന്നിട്ടുണ്ട്. ഹൈഡ്രോളിക് സംവിധാനത്തിൽ തകരാറുണ്ട് എന്ന കാര്യം കൂടി കണ്ടെത്തിയിട്ടുണ്ട്. ഇങ്ങനെ പല സാഹചര്യങ്ങൾ മുൻനിർത്തിയാണ് എയർ ഇന്ത്യക്ക് ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിയാൻ കഴിയില്ല എന്ന് വ്യോമയാന മന്ത്രാലയം പറയുന്നത്. SKN ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.